തലശ്ശേരി ചാലിൽ ഗോപാലപേട്ടയടക്കം സംസ്ഥാനത്തെ 6 മത്സ്യഗ്രാമങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. 2047ഓടെ വികസിത രാജ്യമായി ഇന്ത്യ മാറും. മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിൽ രാജ്യം 1ാം സ്ഥാനത്തെത്താനാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജോർജ് കുര്യൻ. ISROയുമായി ചേർന്ന് 1 ലക്ഷം ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം, ആശയവിനിമയ സാധ്യതയും കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ആധുനിക സംവിധാനത്തോടുകൂടി ബോട്ടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഇവർക്ക് പരിശീലനം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം 2047 ആകുമ്പോൾ എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥാവിശേഷമെന്ന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അറിയാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ അടുത്ത തലമുറയായിരിക്കും ആ 2047 ഒരു വികസിത രാജ്യത്തിലേക്ക് വരുവാൻ ഭാഗ്യം ചെയ്തവരായിട്ടുള്ളത്. നമ്മളൊന്നും തന്നെ ആ വികസിത രാജ്യത്ത് ജീവിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകാനുള്ള ഒരു കാരണം ഒരു വികസിത രാജ്യം കാണണം എന്നുള്ള ആഗ്രഹമായിരിക്കാം, ഒരു കാരണം അതായിരിക്കാം എന്ന് ഞാൻ പറയാറുണ്ട്. ഏതായാലും ആ ലക്ഷ്യത്തിൽ ഈ ഫിഷറീസ് സെക്ടർ വളരെയധികം സംഭാവന ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് സൺറൈസ് സെക്ടർ എന്നതിന് പേരിട്ടിരിക്കുന്നത്. 2014 ആ പേര് നൽകിക്കൊണ്ട് ഈ വിഭാഗത്തിലേക്ക് ഫണ്ട് കൂടിക്കൂടി വരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കണം. സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചെങ്കിൽ മാത്രമേ ആ പുരോഗതി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ഹാർബർ ഉള്ളത് കേരളത്തിലാണ്. 200 നോട്ടിക് മൈൽ ദൂരവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കും. 2047ഓടെ വികസിത രാജ്യമായി ഇന്ത്യ മാറുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നത് ഈ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലായി. പിന്നെ മാർക്കറ്റുകൾ ആധുനികമാക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയെല്ലാം സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇൻ്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് അതിൻ്റെ ഇവിടുത്തെ സംസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി. NFDP രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ അധ്യക്ഷ ജമുന റാണി ടീച്ചർ നിർവഹിച്ചു. പരിപാടിയിൽ ഗുണഭോക്താക്കൾക്കുള്ള ഐസ് ബോക്സ് വിതരണവും ധനസഹായ വിതരണവും മന്ത്രി നിർവഹിച്ചു. ഫിഷറീസ് ഡയറക്ടർ സഫ്നാൻ നസ്രുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മത്സ്യമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ 2020-21 സാമ്പത്തിക വർഷം മുതൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. രാജ്യത്തെ 3477 മത്സ്യഗ്രാമങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100 മത്സ്യഗ്രാമങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ ചാലിൽ ഗോപാൽപേട്ട മത്സ്യഗ്രാമത്തിനു പുറമെ ആലപ്പുഴ ആറാട്ടുപുഴ മത്സ്യഗ്രാമം, എറണാകുളത്തെ ചെല്ലാനം, നായരമ്പലം മത്സ്യഗ്രാമങ്ങൾ, തൃശൂർ ജില്ലയിലെ എടക്കഴിയൂർ മത്സ്യഗ്രാമം, മലപ്പുറത്തെ പൊന്നാനി, താനൂർ മത്സ്യഗ്രാമങ്ങൾ, കോഴിക്കോട് ചാലിയം മത്സ്യഗ്രാമം, കാസർഗോഡ് ഷിറിയ മത്സ്യഗ്രാമം എന്നീ തീരദേശ മത്സ്യഗ്രാമങ്ങളിലാണ് നിലവിൽ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. പരിപാടിയിൽ ഫിഷറീസ് വകുപ്പ് ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറി B. അബ്ദുൽ നാസർ, തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്ത്തു, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ MA മുഹമ്മദ് അൻസാരി, മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ P. സഹദേവൻ, കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ TV. ബാലകൃഷ്ണൻ, വാർഡ് കൗൺസിലർമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.